മറ്റൊരു കഥ പറയാം. ഒരു രാജാവിന്റെ കഥ. ആ രാജ്യത്ത് ജനങ്ങളൊക്കെ വല്ലാത്ത സങ്കടത്തിലാണ്. എന്താ കാരണം എന്നറിയൂ? രാജാവ് മരിക്കാറായി കിടക്കുകയാണ്. നല്ലൊരു രാജാവായിരുന്നു. രാജാവ് രോഗം ബാധിച്ച് വളരെ ചെറുപ്പമാണ് രാജാവിന്. രാജാവ് മരിക്കാറായി കിടക്കുക. എല്ലാവരും സങ്കടത്തിലാണ്. രാജ്ഞിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മന്ത്രിമാരും സേനാനായകന്മാരും എല്ലാവരും ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. രാജാവിനൊരു മകനുണ്ട്, ഒരു 9 വയസ്സുകാരൻ. അവന് കാര്യമായിട്ടൊന്നും അറിയില്ല. എന്നാലും അവനും സങ്കടപ്പെട്ട അങ്ങനെ അച്ഛന്റെ കിടക്കയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ പ്രാർത്ഥനകളും ഒന്നും കേൾക്കാതെ രാജാവ് മരിച്ചു. അതോടുകൂടി രാജ്യം അനാഥായി. പിന്നെ അടുത്ത രാജാവ് ആവേണ്ടത് ആരാണ്? ഈ രാജാവിന്റെ മകനാണ്. പക്ഷെ ഒരു 9 വയസ്സുകാരൻ എങ്ങനെയാ രാജ്യം ഭരിക്കുക? രാജാവ് ആക്കാതെ പറ്റുകയില്ല. അടുത്ത കിരീടാവകാശിയായിട്ട് രാജകുമാരനെ തന്നെ റാണി വാഴിച്ചു. എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും സഹായിക്കണം. അപ്പം മന്ത്രി ഏറ്റു. അങ്ങനെ റാണിയും മന്ത്രിയും കൂടി രാജ്യത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് രാജകുമാരനെ രാജാവാക്കി അങ്ങനെ പോവുകയാണ്. അങ്ങനെ രാജകുമാരനാണെങ്കിലും 9 വയസ്സല്ലേ ഉള്ളൂ. രാജകുമാരനാണെങ്കിലും കുട്ടിയല്ലേ. ആ കുട്ടിക്ക് ഗോലി കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. എന്താണ് ഗോലി? നമ്മുടെ ഗോട്ടിയില്ലേ, അതല്ല. അവന്റെ അടുത്ത് 1000കണക്കിന് ഗോലികൾ ഉണ്ടായിരുന്നു. പല നിറങ്ങളിലുള്ള ഗോലികൾ, നല്ല പളുങ്ക് ഗോലികൾ. അപ്പൊ ഇത് മുഴുവൻ അവിടെ കൊട്ടാരത്തിൽ എവിടെ നോക്കിയാലും ഇവന്റെ ഗോലികളായിരിക്കും. എല്ലാ പാത്രത്തിലും എല്ലായിടത്തും തൂണുകളിലും ഒക്കെ നിറച്ചു വെച്ചിട്ടുള്ളത് ഗോലികളാണ്. വലിയ കുടങ്ങളിലും വലിയ തളികകളിലും ഒക്കെ ഗോലി നിറച്ചിരിക്കുക. ഏതു നേരത്തും ഗോലി കളിக்கலாம். അപ്പൊ മന്ത്രിക്കും റാണിക്കും ഒക്കെ വലിയ സങ്കടമുണ്ട്. ഈ കുട്ടി രാജ്യകാര്യങ്ങളിലൊന്നും ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. പക്ഷെ അവർക്കൊന്നും കുറ്റം പറയാനും വയ്യ, ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ കാലം അങ്ങനെ കുറച്ചൊക്കെ കടന്നുപോയി. അപ്പോഴാണ് മന്ത്രി ഒരു ദിവസം രാജകുമാരനോട് പറഞ്ഞു, രാജകുമാര, അങ്ങ് കുറെ കൂടിയൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അപ്പൊ രാജകുമാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യാം. പക്ഷെ എനിക്ക് ഒരു കൂട്ടില്ലല്ലോ, എനിക്കൊരു കൂട്ടുകാരൻ ഇല്ലല്ലോ, ഒരു ചങ്ങാതി ഇല്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക? അത് കേട്ടപ്പോ മന്ത്രിക്കും പാവം തോന്നി. കാര്യല്ലേ, ഒരു കുട്ടിയല്ലേ. അപ്പൊ മന്ത്രിയുടെ അനന്തരവനെ, അതേ പ്രായമുള്ള അനന്തരവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അയാൾക്കും ഗോലി കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഗംഭീരായിട്ട് കളിയായി. പിന്നെ സദാസമയവും കളി. അങ്ങനെ ദിവസങ്ങൾ പോയി. അപ്പോഴാണ് അടുത്ത രാജ്യത്തിലെ രാജാവ് ഈ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇട്ടത്. അവര് നോക്കുമ്പോ എല്ലാം വളരെ നല്ല ഒരു അന്തരീക്ഷമാണ്. രാജാവ് മരിച്ചു, മകൻ 9 വയസ്സുകാരനായ ഒരു കുട്ടിയാണ് ഇപ്പത്തെ രാജാവ്. കാര്യപ്രാപ്തി ഇല്ലാത്ത ആളാണെന്ന് കേട്ടു. എപ്പോഴും ഗോലി കളിച്ചിരിക്കുക എന്നൊക്കെ കേട്ടു. അങ്ങനെ എന്തായാലും ആ രാജ്യത്തെ ആക്രമിക്കുക തന്നെ, ഇതാണ് പറ്റിയ സന്ദർഭം എന്ന് വിചാരിച്ചിട്ട് ഇവര് യുദ്ധത്തിനുള്ള കോപ്പൊക്കെ കൂട്ടി. ഇവര് യുദ്ധത്തിനായിട്ട് അങ്ങനെ സൈന്യമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് അതിർത്തിയിൽ വന്ന് തമ്പടിച്ചപ്പോ ഈ വിവരം ചാരന്മാര് വഴി രാജ്യത്ത് അറിഞ്ഞു. മന്ത്രി ഇതറിഞ്ഞ് വേഗം റാണിയുടെ അടുത്ത് പോയി പറഞ്ഞു. റാണി പറഞ്ഞു, തൽക്കാലം നമുക്ക് പുറത്തു വിടണ്ട ഈ വിവരം. കാരണം നമ്മൾ യുദ്ധം ചെയ്താൽ എന്തായാലും നമ്മൾ തോൽക്കും. യുദ്ധത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടും. നമ്മളെ പ്രജകൾക്ക് മുഴുവനും അത് വല്ലാത്ത ദോഷം ചെയ്യും. അതുകൊണ്ട് യുദ്ധം വേണ്ട, നമുക്ക് കീഴടങ്ങാം. അങ്ങനെ കീഴടങ്ങുന്നതിനുള്ള പ്രമാണങ്ങളൊക്കെ തയ്യാറാക്കലായി അവര് രണ്ടുപേരും കൂടി. അപ്പോഴും നമ്മുടെ രാജകുമാരനകത്തിരുന്ന് നല്ല സന്തോഷമായിട്ട് രാജകുമാരനും മന്ത്രിയുടെ അനന്തരവനും കൂടി കളിക്കുകയാണ്, ഗോലി കളിക്കുകയാണ്. അപ്പോ ഇവര് ഇതൊക്കെ തയ്യാറാക്കിയിട്ട് സേനാ ഭടന്മാരുടെ അടുത്ത് ഈ പത്രങ്ങളൊക്കെ കൊടുത്തയച്ചു, അയൽ രാജ്യത്തെ രാജാവിന്റെ അടുത്തേക്ക്. ഇത് കണ്ടപ്പോ ഇവർ കീഴടങ്ങാൻ തയ്യാറാണെന്ന് കണ്ടപ്പോ അവരാകെ നിരാശരായി. കാരണം അവര് ഗംഭീരായിട്ടൊരു യുദ്ധത്തിനൊക്കെ ഇങ്ങനെ തയ്യാറായി വന്നതാണ്. ഒരു യുദ്ധം ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടത്. മറ്റേത് അവർക്ക് ഇങ്ങനെ മേനി നടിക്കാമായിരുന്നു, ഞങ്ങൾ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അതില്ല, കീഴടങ്ങല്ലേ. അപ്പൊ അത്രയൊരു സുഖമില്ല. എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ച് രാജാവ് സൈന്യാധിപനെ, സേനാനായകനെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. കൊട്ടാരത്തിൽ പോയിട്ട് രാജകുമാരനെ, അവിടുത്തെ രാജാവ്, ഇപ്പത്തെ രാജാവുണ്ടല്ലോ, രാജാവിനെ കീഴ്പ്പെടുത്തി കൊണ്ടുവരണമല്ലോ. അങ്ങനെ അതിനായിട്ട് പോയി. സൈന്യാധിപൻ കൊട്ടാരത്തിലേക്ക് പോയി. ചെല്ലുമ്പോ കണ്ടത് എന്താ?
അവിടെ ആരെയും കാണാനൊന്നുമില്ല. അകത്തളത് കയറി ചെല്ലുമ്പോ കൊട്ടാരത്തിനകത്തതാ 2 കുട്ടികൾ ഇരുന്നിട്ട് ഗോലി കളിക്കുന്നു. അപ്പൊ ഇയാളിങ്ങനെ ആദ്യം കുറച്ചു നേരം ആ ഗോലികളി കണ്ട് സന്തോഷിച്ചങ്ങനെ നിന്നു. പിന്നെയാണ് അയാൾക്ക് തോന്നി, അയ്യോ ഞാൻ എന്തിനാ വന്നത്. അയാൾ പറഞ്ഞു, ഇവിടെ എനിക്ക് ഇവിടുത്തെ രാജാവിനെ കൊണ്ടുപോകണം, ഞാന് അയൽ രാജ്യത്തെ സൈന്യാധിപനാണ്. അപ്പൊ രാജകുമാരന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇത്രയും ഗംഭീരമായിട്ടുള്ള കളിയുടെ ഇടയിൽ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നു. അങ്ങനെ രാജകുമാരൻ ദേഷ്യത്തോടെ മുഖം ഉയർത്തിയിട്ട്, ഏയ് നിങ്ങൾ ആരാ, എന്താ നിങ്ങൾക്ക് വേണ്ടേ, കളിക്കുന്നത് കണ്ടില്ലേ, ഈ കളി കളിക്കുന്നതില് ഒന്ന് ശ്രദ്ധ വയ്ക്കാതെ എങ്ങനെ. അപ്പം സൈന്യാധിപൻ പറഞ്ഞു, ഞാൻ അടുത്ത രാജ്യത്തെ സൈന്യാധിപനാണ്, എനിക്ക് ഈ രാജാവിനെ കൊണ്ടുപോകണം. രാജകുമാരന് ദേഷ്യവും വന്നു, ചിരിയും വന്നു. ഇനി ഞാനല്ലേ രാജാവ്, ഈ കളി കഴിയാതെ എന്നെ നിങ്ങൾ എങ്ങനെയാ കൊണ്ടുപോവുക, ഞാൻ കളിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ സൈന്യാധിപനും തോന്നി അത് ശരിയാണല്ലോ, ഒരു മര്യാദയാണല്ലോ. അങ്ങനെ സൈന്യാധിപനും ആ കളി കണ്ട് അങ്ങനെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ സൈന്യാധിപനും ഹരം കയറി. അപ്പൊ രാജകുമാരൻ ചോദിച്ചു, ഏയ് നിങ്ങൾ കളിക്കാൻ കൂടുന്നോ. അത് കേൾക്കേണ്ട താമസം സൈന്യാധിപനും കളിക്കാനിരുന്നു. അങ്ങനെ അപ്പുറത്തെ രാജാവിന്റെ കഥ എന്താ, രാജാവ് ആക്രമിക്കാൻ വന്ന രാജാവ് മറ്റേ സൈന്യാധിപനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. പോയിട്ട് കുറെ നേരമായി, കാണാനില്ല. അവസാനം ദേഷ്യം വന്ന് രാജാവ് തന്നെ തിരക്കി പുറപ്പെട്ടു. പിന്നെ രാജാവ് എത്തുമ്പോഴും കൊട്ടാരത്തിൽ നിന്ന് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല, ഭടന്മാരെ കാണാനില്ല, യാതൊരു തരത്തിലുള്ള കാവൽക്കാരില്ല, ഒന്നുമില്ല. നേരെ കയറി ചെല്ലുമ്പോഴതാ കളിക്കുന്നു 3 പേര്, 2 കുട്ടികളും 1 സൈന്യാധിപനും. രാജാവിന് ദേഷ്യം വന്നു, ഏയ് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലേ, നിങ്ങളെ ഞാൻ എന്തിനു പറഞ്ഞയച്ചതാ എന്ന് ചോദിച്ചു. അപ്പൊ സൈന്യാധിപനെ ഒന്ന് തലപൊക്കി നോക്കിയിട്ട് രാജാവാണെന്ന് കണ്ടപ്പോഴും പേടിച്ചതൊന്നുമില്ല, കളിയിലുള്ള ആവേശം കൊണ്ട് അങ്ങനെ തിരിഞ്ഞ് കളിക്കാൻ തുടങ്ങി. അത് രാജകുമാരന് ദേഷ്യം വന്നു കേട്ടോ. രാജകുമാരൻ, നിങ്ങൾ ആരാ, കണ്ടില്ലേ ഞങ്ങൾ 3 ആളും ഗംഭീരമായിട്ട് കളിക്കുന്ന, ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്ന. അപ്പം രാജാവ്, ഞാൻ അയൽ രാജ്യത്തെ രാജാവാണ്, എനിക്ക് ഈ രാജാവിനെ, ഇവിടത്തെ രാജാവിനെ പിന്നെ കീഴടക്കിയിട്ട് കൊണ്ടുപോകേണ്ടതാ, ബന്ധിച്ചു കൊണ്ടുപോകേണ്ടതാണ്. രാജകുമാരൻ, ഞാനല്ലേ രാജാവ്, ഈ കളി കഴിയട്ടെ, അതുവരെ കാത്തു നിന്നൂടെ. അത് കേട്ടപ്പോ രാജാവിനും തോന്നി മര്യാദയാണല്ലോ, അതുവരെ കാത്തു നിൽക്കാം. ശരി, അങ്ങനെ രാജാവും കളി കണ്ടു നിന്നു. ഇവരങ്ങനെ കളിക്കുകയാണ്, അല്ല ഹരം കയറിയിട്ട് കളിക്കുന്നു. അങ്ങോട്ട് ഗോളി അങ്ങോട്ട് അടിക്കുന്നു, ഇങ്ങോട്ട് അടിക്കുന്നു, ആവേശത്തോടെ ശബ്ദങ്ങൾ ഉണ്ടാക്കണം. ഇതൊക്കെ കണ്ട് 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 രാജാവിനും ഹരം കയറി. രാജകുമാരൻ ചോദിച്ചു, നിങ്ങളും കൂടുന്നോ കളിക്കാൻ, വാ നിങ്ങളും കൂടിക്കോ. രാജാവ് ഇത് കേൾക്കേണ്ട താമസം അങ്ങനെ കളിക്കാൻ തുടങ്ങി, ഇരിക്കാൻ തുടങ്ങി. അപ്പം രാജകുമാരൻ ചോദിച്ചു, ഏയ് ഇതെന്ത് കോമാളി വേഷം, അത് നിങ്ങൾ തലയിലെന്താ ഊരി വെച്ചേക്കത് എന്ന്. അപ്പൊ രാജാവിനും തോന്നി ഒരു വല്ലായ്മ. രാജാവ് കിരീടം ഊരി വെച്ചു. ഇരിക്കാൻ നോക്കുമ്പോ മുട്ടൊന്നും ശരിക്കും മടങ്ങുന്നില്ല. അപ്പൊ രാജകുമാരൻ പറഞ്ഞു, എന്തൊരു വേഷം അത്, ഇതൊക്കെ ഇട്ടിട്ടാണോ കളിക്കുക, അപ്പൊ മാറ്റി വെച്ചേക്ക്. അപ്പൊ രാജാവിനോട്, ഇതൊക്കെ എന്താ കാണുന്നത്, നിങ്ങളുടെ ഈ വസ്ത്രത്തിൽ എന്തൊക്കെയാ ഈ കാണുന്നത്. അപ്പൊ രാജാവ് പറഞ്ഞു, അതോ എനിക്ക് കിട്ടിയത്, ഞാൻ ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ട്, അതിൽ യുദ്ധം ജയിച്ചതിന്റെ അടയാളങ്ങളായിട്ടുള്ള പതക്കങ്ങളാണ്, ഈ ലോഹ പതക്കങ്ങളാണ് ഇതൊക്കെ. അപ്പൊ രാജകുമാരന് ദേഷ്യം വന്നു. രാജകുമാരൻ പറഞ്ഞു, അയ്യേ ഇതൊക്കെ ഇട്ടുകൊണ്ടാണോ നിങ്ങൾ നടക്കുന്നത്. രാജാവ് പറഞ്ഞു, പിന്നെന്താ, എന്റെ നാട്ടിലെ ഏറ്റവും വലിയ പരാക്രമിയാണ്, വീരശൂര പരാക്രമിയാണ് ഞാൻ. കേട്ടപ്പോ രാജകുമാരൻ പറഞ്ഞു, നിങ്ങളോ യുദ്ധത്തിൽ ജയിച്ച ധീരനാവോ, തമാശ പറയാതെ, യുദ്ധം കൊണ്ട് എന്ത് ഗുണം, എനിക്കറിയാം എത്ര കുടുംബങ്ങളാണ് യുദ്ധം കൊണ്ട് നശിക്കുന്നത്, എത്ര സ്ത്രീകളും കുട്ടികളുമാണ് അനാഥരാകുന്നത്, ധീരനാണ് പോലും, ധീരൻ. ഇത് കേട്ടപ്പോ രാജാവിന് ഒന്നും പറയാൻ പറ്റിയില്ല. രാജാവ് നിശബ്ദനായി. അങ്ങനെ രാജാവിന് തോന്നി ഇതൊക്കെ ഒരു നാണക്കേടല്ലേ. രാജാവ് തന്റെ അംഗവസ്ത്രമൊക്കെ ഊരി വെച്ചു, മെഡലുകളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ കാൽമുട്ടൊക്കെ സ്വസ്ഥായിട്ട് മടക്കിയിരുന്നു കുട്ടികളോടൊപ്പം കളിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ഭാരങ്ങളും അരപ്പട്ടയും പട്ടുകൊണ്ടുള്ള ഉടുപ്പുകളും ഒക്കെ മാറ്റിയപ്പോ രാജാവിന് തന്നെ വല്ലാത്തൊരു ആശ്വാസം, ഒരു സാധാരണ മനുഷ്യനായതുപോലെ. അങ്ങനെ അദ്ദേഹം ഇരുന്ന് കളിക്കാൻ തുടങ്ങി കുട്ടികളുടെ കൂടെ. ഗംഭീര കളി. ആരൊക്കെയാ കളിക്കുന്നത് നോക്കൂ. അവിടെ രാജകുമാരനും മന്ത്രികുമാരനും സൈന്യാധിപനും രാജാവും, അയൽ രാജ്യത്തെ രാജാവും സൈന്യാധിപനും പുറത്തും. അങ്ങനെ ഈ കുട്ടികൾ രണ്ടും കൂടി, അങ്ങനെ 4 പേരുകൂടി ഗംഭീര കളിയാ കളിക്കുന്നത്. ഇതേ സമയം കൊട്ടാരത്തിനകത്ത് റാണിയും പ്രധാനമന്ത്രിയും കൂടി കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക, കീഴടങ്ങാനുള്ള പ്രമാണരേഖകളൊക്കെ തയ്യാറാക്കിയിട്ട് ഒപ്പൊക്കെ റാണിയെ കൊണ്ട് ഒപ്പൊക്കെ ഇടിയിച്ചു. ഇനി രാജകുമാരനെ കൊണ്ടുകൂടി ഒപ്പിടിയിക്കണം. അതിനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോ കണ്ട കാഴ്ച എന്താ, എല്ലാവരും കൂടി ഇരുന്നിട്ട് ഗംഭീരായിട്ട് കളിക്കുന്നു. അതിനിടയിൽ രാജാവിനെയും സൈന്യാധിപനെയും കാണാതെ
ഭടന്മാര് തെരഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അവരെ കണ്ട പാടെ രാജാവ് കിട്ടി, നിങ്ങളും കളിക്കാൻ കൂടുന്നോ? അപ്പൊ പെട്ടെന്ന് രാജാവിന് ഓർമ്മ വന്നു, അയ്യോ ഞാൻ മര്യാദ കാണിച്ചില്ലല്ലോ, നമ്മുടെ ഇവിടത്തെ രാജാവിന്റെ അനുവാദം കിട്ടണ്ടേ. അങ്ങനെ രാജകുമാരോട് അങ്ങയുടെ അനുവാദം ഉണ്ടെങ്കിൽ അവരെ കൂടി കളിപ്പിക്കായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഗംഭീര കളിയായി. ഇതിനിടയിൽ കീഴടങ്ങലും ഉണ്ടായില്ല, ആക്രമിക്കലും ഉണ്ടായില്ല. വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. ആ രാജ്യത്തെ ജനങ്ങളാവട്ടെ ഈ അയൽ രാജ്യക്കാര് നമ്മളെ ആക്രമിക്കാൻ വന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞതുമില്ല. അങ്ങനെ വളരെ സന്തോഷായിട്ട് എല്ലാവരും സാധാരണ പോലെ പതിവ് ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും അങ്ങനെ കഴിഞ്ഞു. ഈ കഥ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിലേന്ന് NBT നാഷണൽ ബുക്ക് ട്രസ്റ്റ് പുറത്തിറക്കിയ പുസ്തകമാണിത്. ഗോലി കളിക്കാൻ ഇഷ്ടപ്പെട്ട രാജാവ്. ഈ കഥയ്ക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കണം.